आप सब लोगों का हरिश्री क्लासेस में स्वागत है। आज हम 9वीं कक्षा का अंदर के और बाहर के जो विंदा करंदकर ने लिखा है वो लेख पढ़ने जा रहे हैं। എല്ലാവർക്കും ഹരിശ്രീ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 9ാം ക്ലാസ്സിലെ അന്തർ കെ और बाहर के വിന്ദ കരന്ദക്കറിന്റെ ഒരു ലേഖനമാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. आपका विंदा करंदकर, आपका जन्म 23 अगस्त 1971 को हुआ. आप मराठी के महान कवि हैं. आप मराठी साहित्य में भारत के सर्वोच्च साहित्य पुरस्कार ज्ञानपीठ के नवाजा गए थे. अपने महान यूनानी दार्शनिक अरस्तु की कविताओं का अनुवाद किया था. मुझे अब ऐसा लगता है कि आदमी के असल में दो ही जातियों है, अंदर के और बाहर के. इस विचार की हलचल मेरे मन में बीते कितने महीनों से चल रही थी, पर परसों ट्रेन से पूना से आते समय जो मार्मिक अनुभव मुझे हुआ उससे यह स्पष्ट हो गया. स्टेशन पहुंचने की मुझे जल्दी थी, पहले ही देर हो गई थी, पर मैं अंदर घुसूं इससे पहले गाड़ी की सीटी की जोरदार आवाज़ हुई. ऐसे वक्त अपने मन की स्थिति बड़ी अजीब होती है. सीटी किसी भी गाड़ी की क्यों न हो, लगता है जैसे अपनी ही गाड़ी की है. पैरों में जूते होने से दौड़ना भी आसान न था. ऐसे में लगभग दौड़ने जैसे तेज चलते हुए मैंने ट्रेन का दरवाज़ा पकड़ा. मैं उसे खोलने की कोशिश करूं इससे पहले अंदर के लोगों का शोर हुआ. अरे साहब, यह सैकड़ का डब्बा है, आगे जाओ. मज़ेदार बात है ना, अंदर के लोगों को बाहर के सारे लोग थर्ड क्लास के ही लगते हैं. इतने में दूसरा बोला, अरे अगले डिब्बे में इतनी जगह है, पूरा खाली है, फिर यहाँ क्यों घुसे आ रहे हो? अगला डिब्बा पूरा खाली है, उधर जाओ. अंदर के लोगों को खुद का डिब्बा छोड़कर बाकी सब अगले डिब्बे हमेशा खाली दिखते हैं. മനുഷ്യർ വാസ്തവത്തിൽ അകത്തുള്ളവരും പുറത്തുള്ളവരും എന്നീ രണ്ട് ജാതിയേ ഉള്ളൂ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഈ ചിന്തയുടെ അസ്വാസ്ഥ്യം കഴിഞ്ഞ എത്രയോ മാസങ്ങളായി എൻ്റെ മനസ്സിൽ നടന്നുകൊണ്ടിരുന്നു. എന്നാൽ മിനിങ്ങാന്ന് പൂനെയിൽ നിന്ന് ട്രെയിനിൽ വരുന്ന സമയത്ത് ഉണ്ടായ ഹൃദയസ്പർശിയായ അനുഭവത്തിൽ നിന്നും എനിക്കത് വ്യക്തമായി. സ്റ്റേഷനിലെത്താൻ എനിക്ക് ധൃതിയായിരുന്നു. ആദ്യം തന്നെ താമസിച്ചു പോയിരുന്നു. ഞാൻ അകത്തേക്ക് കടക്കുന്നതിന് മുൻപ് വണ്ടിയുടെ ശക്തമായ ചൂളംവിളി ശബ്ദം കേട്ടു. അങ്ങനെയുള്ള എൻ്റെ മാനസികാവസ്ഥ വളരെ വിചിത്രമാണ്. വിസിൽ ഏതെങ്കിലും വണ്ടിയുടേതായിരുന്നെങ്കിലും തൻ്റെ തന്നെ വണ്ടിയുടേതാണെന്ന് തോന്നുന്നുണ്ടായിരുന്നു. കാലിൽ ചെരുപ്പുകൾ ഉള്ളതുകൊണ്ട് ഓടാൻ എളുപ്പമായിരുന്നില്ല. അങ്ങനെ ഏകദേശം ഓടുന്ന പോലെ വേഗത്തിൽ നടന്ന് ഞാൻ ട്രെയിനിൻ്റെ വാതിൽ പിടിച്ചു. ഞാനത് തുറക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ അകത്തുള്ളവരുടെ ശബ്ദം കേട്ടു. ഹേ മിസ്റ്റർ, ഇത് സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റാണ്, മുന്നോട്ട് പോകൂ. രസമുള്ള കാര്യമല്ലേ അകത്തുള്ള ആളുകൾക്ക് പുറത്തുള്ള മുഴുവൻ ആളുകളും തേർഡ് ക്ലാസ്സുകാരാണെന്ന് തോന്നുന്നത്. ഇതിനിടയിൽ മറ്റൊരാൾ പറഞ്ഞു, ഹേ, അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ ഇത്രയും സ്ഥലമുണ്ട്, പൂർണ്ണമായും കാലിയാണ്, പിന്നെ എന്തിനിങ്ങോട്ട് കയറി വരുന്നു? അടുത്ത കമ്പാർട്ട്മെൻറ്റ് പൂർണ്ണമായും കാലിയാണ്, അങ്ങോട്ട് പോകൂ. അകത്തുള്ള ആളുകൾ സ്വന്തം കമ്പാർട്ട്മെൻറ്റിൻ്റെ ഒഴികെ ബാക്കിയുള്ള അടുത്ത കമ്പാർട്ട്മെൻറ്റെല്ലാം എപ്പോഴും കാലിയായാണ് കാണുന്നത്. उसी दरवाजे से चिपके रहने से के सिवा मेरे पास कोई और चारा न था. मैं दरवाज़ा खोलने की कोशिश कर रहा था और अंदर के लोग मेरा विरोध कर रहे थे. उनकी भी गलती न थी. गाड़ी में भयानक भीड़ थी. दरवाज़ा खोलने तक मुश्किल था. ऐसे में दरवाजे से चिपक कर खड़े एक लंबे चौड़े आदमी ने द्वारपाल का काम पूरा निष्ठा से निभा रहा था. अंदर के लोग उसकी तारीफ कर रहे थे. उसमें विजेता होने के भाव आ रहे थे. आखिरकार दरवाजे का मोर्चा
छोड़कर मैंने भेदने की नीति से खिड़की से हल्ला किया। बिस्तर अंदर फेंका, कूदकर सिर खिड़की के अंदर ठूसा और पैर उठाकर खुद का त्रिशंकु कर दिया। मेरे ये हालत देखकर अंदर के लोगों को मुझ पर दया आ गई। गाड़ी चलने लगी थी और मैं अंदर खींच लिया गया था और अब उस महाकाय द्वारपाल के कंधे से कंधा मिलाकर खड़ा था. പക്ഷേ ആ വാതിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയല്ലാതെ എൻ്റെ അടുത്ത് വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അകത്തെ ആളുകൾ എന്നെ എതിർത്തുകൊണ്ടിരുന്നു. അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നില്ല. വണ്ടിയിൽ ഭയങ്കര തിരക്കായിരുന്നു. വാതിൽ തുറക്കാൻ തന്നെ പ്രയാസമായിരുന്നു. ഇങ്ങനെയുള്ളപ്പോൾ വാതിൽമേൽ ഒട്ടിപ്പിടിച്ച് നിന്ന ഒരു പൊക്കവും നല്ല വണ്ണവുമുള്ള ഒരാൾ ദ്വാരപാലകന്റെ ജോലി വളരെ ഉത്തരവാദിത്വത്തോടെ നിർവഹിച്ചുകൊണ്ടേയിരുന്നു. അകത്തുള്ളവർ അയാളെ പ്രശംസിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് അയാളിൽ ഒരു വിജയിയുടെ ഭാവമാണ് ഞാൻ കണ്ടിരുന്നത്. അവസാനം വാതിൽക്കലുള്ള പോരാട്ടം ഉപേക്ഷിച്ച് ഞാൻ തകർക്കാനുള്ള ഉദ്ദേശത്തോടെ ജനൽ കൂടെ ആക്രമിച്ചു. കിടക്കകത്തേക്ക് എറിഞ്ഞു. ചാടി തല ജനലിനകത്തേക്കിട്ടു. കാലുയർത്തി സ്വയം തൃശങ്കുവിലായി. എന്നാൽ ഈ അവസ്ഥ കണ്ട അകത്തുള്ളവർ എന്നോട് ദയ തോന്നി. വണ്ടി നീങ്ങി തുടങ്ങിയിരുന്നു. ഞാൻ അകത്തേക്ക് വലിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ആ ഭീമനായ ആ ദ്വാരപാലകനും ഞാനും തോളോട് തോൾ ചേർന്ന് നിൽക്കുകയായിരുന്നു. आश्चर्य की बात यह है कि मेरे अंदर आने के 10 मिनट के भीतर ही मेरा कायापलट हो गया. द्वारपाल पर आया गुस्सा भी जल्दी ही खत्म हो गया. हम पुराने दोस्तों की तरह गप्पे मारने लगे थे. उसके दिए केले मैंने खाए, मेरे सिगरेट उसने पी और बाद में हम दोनों अपने बिस्तर जोड़कर उस पर पसर गए. बाहर में उसका सिर फोड़ने का विचार कर रहा था, पर अब उसी की टोली में शामिल हो गया था. मेरी जात बदल गई थी. अगले स्टेशन पर यात्रियों की एक और टोली हमारे डिब्बे में घुसने लगी. हम दोनों ने उनके विरुद्ध एक संयुक्त हल्ला बोल दिया और अंदर के लोगों के हितों की बाहरी लोगों से रक्षा में जुट गया. बाहर वाला जब अंदर वाला हो गया है तो वो कितना बदल जाता है, इसका मुझे पहली बार एहसास हुआ. അകത്ത് വന്ന് 10 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് രൂപമാറ്റം ഉണ്ടായിരുന്നു എന്നത് അത്ഭുതകരമായ കാര്യമാണ്. ദ്വാരപാലകനോട് തോന്നിയ ദേഷ്യവും വിദ്വേഷവും പെട്ടെന്ന് തന്നെ അവസാനിച്ചിരുന്നു. ഞങ്ങൾ പഴയ സുഹൃത്തുക്കളെ പോലെ വാചകമടിക്കാൻ തുടങ്ങിയിരുന്നു. അയാൾ തന്ന വാഴപ്പഴം ഞാൻ കഴിച്ചു. എൻ്റെ സിഗരറ്റ് അയാൾ വലിച്ചു. പിന്നീട് ഞങ്ങൾ രണ്ടുപേരും തങ്ങളുടെ കിടക്കകൾ ചേർത്തിട്ട് അതിൽ വിശ്രമിച്ചു. പുറത്തു നിന്നപ്പോൾ ഞാൻ അയാളുടെ തല അടിച്ചു തകർക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോൾ അയാളുടെ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരുന്നു. എൻ്റെ ജാതി മാറിപ്പോയിരുന്നു. അടുത്ത സ്റ്റേഷനിൽ യാത്രക്കാരുടെ ഒരു ഗ്രൂപ്പ് കൂടി ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ പ്രവേശിക്കാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും അവർക്കെതിരായി ഒന്നിച്ചു പ്രതിരോധം തീർത്തു. അകത്തുള്ള ആളുകളുടെ താല്പര്യങ്ങളെ പുറത്തുള്ള ആളുകളിൽ നിന്നും രക്ഷിക്കാൻ ഒത്തുചേർന്നു. പുറത്തുള്ളയാൾ അകത്തെ ആളാവുമ്പോൾ അയാൾ എത്ര മാറുന്നു അത് ഞാൻ ആദ്യമായി അനുഭവിച്ചറിഞ്ഞു. ഇതിലെ അർത്ഥങ്ങൾ നോക്കാം. ബാഹർ പുറത്ത്, ഔട്ട്സൈഡ് ജോർദാർ ശക്തമായ, പവർഫുൾ, അജീബ് വിചിത്രം, സ്ട്രേഞ്ച്, അസൽ മേ വാസ്തവത്തിൽ, സീറ്റി വിസിൽ, വക്ത് സമയം, ഖോൽന തുറക്കുക, ജാതി കാസ്റ്റ് വർഗം, ഹൽച്ചൽ ബഹളം, ബീത്ന കഴിഞ്ഞു പോവുക, മാർമിക് ഹൃദയസ്പർശിയായ, ഗുസ്ന പ്രവേശിക്കുക, ഷോർ ബഹളം, ലഗ്ന തോന്നുക, ഡിബ്ബ കമ്പാർട്ട്മെൻറ്റ്, ഖാലി ശൂന്യമായ, എംറ്റി, ചിപ്പക്ന പറ്റിപ്പിടിക്കുക, ടു ക്ലിങ് വിരോധ് കർണ എതിർക്കുക, ടു ഒപ്പോസ് ദ്വാരപാൽ ദ്വാരപാലകൻ ഡോർ കീപ്പർ, നിഭാന നിർവഹിക്കുക, ടു പെർഫോം ഭേദന ഭേദിക്കുക തുളയ്ക്കുക, താരീഫ് കർണ പുകഴ്ത്തുക, ടു പ്രേസ് ആഖിർക്കാർ അവസാനം, അറ്റ് ലാസ്റ്റ്, മോർച്ച യുദ്ധഭൂമി പ്ലേസ് ഓഫ് ബാറ്റിൽ, കൂദ്ന ചാടുക, ടു ജമ്പ്, ഹല്ല ബഹളം അപ്രോർ, ബിസ്തർ കിടക്ക, ടൂസ്ന ബലമായി പ്രവേശിക്കുക, ടു പെനിട്രേറ്റ് ബൈ ഫോഴ്സ്
खींचना വലിക്കുക to pull. മഹാകായ് വലിയ ശരീരമുള്ള gigantic. കായപലറ്റ് രൂപമാറ്റം alteration. ഗപ്പി മാർന പൊങ്ങച്ചം പറയുക to indulge in boastful gossip. പസർന കയ്യും കാലും നീട്ടുക വിശ്രമിക്കുക to stretch full to take rest. ഷാമിൽ ഹോന ഉൾപ്പെടുക ചേരുക. ജാത് ജാതകം. ഹൊറോസ്കോപ്പ് സംയുക്ത് സംയുക്തമായ കണക്റ്റഡ്. ഹിത് ഇഷ്ടം ലൈക്ക്. ടോലി കൂട്ടം ഗ്രൂപ്പ്. ബദൽ ജാന മാറുക to change. എഹസാസ് അനുഭവിക്കൽ എക്സ്പീരിയൻസിങ്. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ബാഹർ വാല ജബ് അന്തർ വാല ഹോ ജാता है तो वो कितना बदल जाता है, इसका मुझे पहली बार एहसास हुआ. कहानी का नायक अपनी रेल यात्रा के दौरान ऐसा महसूस करता है. इसी प्रकार का कोई अनुभव आपका है, पेश करें. പുറത്തുള്ളയാൾ ആളാകുമ്പോൾ അയാൾക്ക് എത്ര മാറ്റം സംഭവിക്കുന്നു അല്ലെങ്കിൽ എത്ര മാറിപ്പോകുന്നു. ഞാൻ ആദ്യമായി ഇത് അനുഭവിച്ചറിഞ്ഞു. കഥയിലെ നായകൻ തൻ്റെ ട്രെയിൻ യാത്രയുടെ ഇടയ്ക്ക് ഇങ്ങനെ അനുഭവിച്ചറിയുന്നു. ഇതുപോലെയുള്ള ഏതെങ്കിലും അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അവതരിപ്പിക്കാം. ജബ് മേ पहले कक्षा में थे तब से मैं ये डिवीज़न में थी. मैं सहेलियों के साथ बड़ी खुशी से चलती थी. स्कूल की सभी प्रतियोगिताओं में हम भाग लेती थी. हमारे विरोधी दल भी डिवीज़न की छात्राएं थी. वे भी हमारे समान होशियार, तेज और चतुर थी. प्रतियोगिता के फल की घोषणा करते ही हम उनसे मुंह फेर कर चलती थी. लेकिन इस साल क्लास टीचर ने हमें किसका दिया. मैं भी डिवीज़न में आई. बी डिवीज़न वालियों से मेरी दुश्मनी के कारण मैं बहुत उदास थी. लेकिन बी डिवीज़न की छात्राओं ने हर्ष के साथ मेरा स्वागत किया. अब मैं इनके साथ बी डिवीज़न की जीत के लिए कोशिश करती हूँ. ഞാൻ 1ാം ക്ലാസ്സിൽ ആയിരിക്കുമ്പോൾ എ ഡിവിഷനിലായിരുന്നു. കൂട്ടുകാരോടൊത്ത് ഞാൻ സന്തോഷത്തോടെ നടന്നിരുന്നു. സ്കൂളിലെ എല്ലാ മത്സരങ്ങളിലും ഞങ്ങൾ പങ്കെടുത്തിരുന്നു. ഞങ്ങളുടെ എതിർ ടീം ബി ഡിവിഷനിലെ വിദ്യാർത്ഥിനികളായിരുന്നു. അവരും ഞങ്ങളെപ്പോലെ സമർത്ഥരും സ്മാർട്ടും ആയിരുന്നു. മത്സരഫലം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഞങ്ങൾ അവരിൽ നിന്ന് മുഖം തിരിച്ച് നടന്നിരുന്നു. പക്ഷേ ഈ വർഷം ക്ലാസ് ടീച്ചർ ഞങ്ങളെ കൂട്ടിക്കലർത്തി. ഞാൻ ബി ഡിവിഷനിലായി. ബി ഡിവിഷനിലെ വിദ്യാർത്ഥിനികളോട് എൻ്റെ ശത്രുത കൊണ്ട് ഞാൻ സങ്കടത്തിലായിരുന്നു. പക്ഷേ ബി ഡിവിഷനിലെ വിദ്യാർത്ഥിനികൾ എന്നെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. ഞാൻ ഇപ്പോൾ ഇവരുടെ കൂടെ ബി ഡിവിഷനിലായി വിജയത്തിനായി ശ്രമിക്കുന്നു.